വിഷം ചേർത്തിട്ടുണ്ടാവാം. അത് കുടിച്ചിട്ടുണ്ട് ആയിരിക്കോ? വെള്ളക്കുപ്പിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. കുപ്പിയിൽ വെള്ളം കുറച്ച് കുറവാണ്. അപ്രോക്സിമേറ്റ്ലി അത്ര തന്നെ വെള്ളം ഗ്ലാസ്സിലുമുണ്ട്. അതിനർത്ഥം അയാൾ കുപ്പിയിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു, പിന്നെ കുടിച്ചിട്ടില്ല. പക്ഷേ ചായക്കപ്പിലേക്ക് നോക്കൂ, അതിൽ വളരെ കുറച്ച് ചായയെ ബാക്കിയുള്ളൂ. അതിനർത്ഥം വികാസ് ഉറപ്പായും ചായ കുടിച്ചുവെന്നാണ്. അതുകൊണ്ടാണ് മെഹുലിന് ചായയിൽ സംശയം വന്നത്. മെഹുൽ കപ്പിൽ നിന്ന് വിരലടയാളം ശേഖരിക്കുന്നു. ഫോറൻസിക് ഫലത്തിനായി ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് അയക്കുന്നു. മെഹുൽ മാനേജർക്കൊപ്പം മുറിയിൽ നിന്ന് പുറത്തു വരുന്നു. 3-ാം നിലയിൽ റൂം നമ്പർ 7-നൊപ്പം 4 മുറികൾ കൂടി ഉണ്ടായിരുന്നു. 4 മുറികളും നിരീക്ഷിച്ച ശേഷം മെഹുലിന് ഒരു മുറിയെക്കുറിച്ച് സംശയം തോന്നുന്നു. നിങ്ങൾക്ക് പറയാമോ മെഹുലിന് ഏത് മുറിയെക്കുറിച്ചായിരിക്കും സംശയം തോന്നിയതെന്ന്? അതിൽ തുറന്ന മുറി ആയിരിക്കും. 1-ാമത്തെയും 2-ാമത്തെ മുറികൾ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. 3-ാമത്തെ മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. മുറിയുടെ മുന്നിൽ 2-3 ചെരുപ്പുകളുമുണ്ട്. അത് നോർമലാണ്. പക്ഷേ 4-ാമത്തെ മുറിയിലേക്ക് നോക്കൂ.